ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ പുതിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാവലിംഗ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ വിശേഷങ്ങൾ മാത്രമല്ല, ഇന്ന് നമ്മൾ മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അതായത് ജർമ്മനിയിൽ നിന്ന് നമ്മൾ ലക്സംബർഗിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, വേൾഡിലേക്കും വെച്ചിട്ട് റിച്ചസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് ലക്സംബർഗ്. അതുപോലെ തന്നെ യൂറോപ്പിലേക്കും വെച്ചിട്ടൊരു സ്മോളസ്റ്റ് കൺട്രി കൂടിയാണ് ലക്സംബർഗ് കേട്ടോ. അപ്പോൾ ലക്സംബർഗിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും അതുപോലെ ലക്സംബർഗിലെ കാഴ്ചകളും ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ യാത്ര അങ്ങനെ പതിവ് പോലെ നമ്മൾ ക്രിഫിൽഡ് ഹൗപ്റ്റ് ബാൻഹൂഫിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ കൃത്യമായ റൂട്ട് മാപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്കും പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി നിങ്ങൾക്കും പോകാൻ പറ്റും. Wir begrüßen Sie im RE5 nach Koblenz Hauptbahnhof. Nächster Halt Düsseldorf-Benrath. അപ്പോൾ നമ്മുടെ യാത്ര ആദ്യം തന്നെ ക്രിഫിൽഡിൽ നിന്ന് ഡൂയിസ്ബർഗിലേക്കായിരുന്നു. അത് ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രം എടുത്തൊരു യാത്രയാണ് കേട്ടോ. ഡൂയിസ്ബർഗിൽ നിന്നും പിന്നെ നമുക്ക് പോകേണ്ടത് കോബലൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഡൂയിസ്ബർഗിൽ നിന്ന് നമുക്ക് 10:13 കോബലൻസിലേക്ക് ട്രെയിന്. അപ്പോൾ അത് 11:46 നമ്മൾ അവിടെ എത്തിയത്. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു കേട്ടോ അവിടുന്ന് അങ്ങോട്ട് എത്താനായിട്ട്. Nächster Halt Köln Hauptbahnhof. Planmäßige Ankunftszeit 9:29 Uhr. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യൂ ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഡൂയിസ്ബർഗിൽ നിന്നും കോബലൻസിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ കോബലൻസ് എന്ന് പറയുന്ന സിറ്റി റൈൻലാൻഡ് പലാറ്റിനേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ടല്ല വരുന്നത്, നമ്മൾ ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോസ്, ട്രാവലിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ലാസ്റ്റ് ടൈം ഒരു സൈൽ ബാൻ ഫാറൻ നടത്തിയിരുന്നു, അതായത് ഒരു കേബിൾ കാറിൽ. അപ്പം അതെന്ന് പറയുന്നത് റുഡിഷ്ഹൈം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അന്ന് വന്നിരുന്നത്. ഈ റുഡിഷ്ഹൈം എന്ന് പറയുന്നത് ഈ ഒരു റൈൻലാൻഡ് പലാറ്റിനേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം വ്യൂ ആയിരുന്നു നമ്മൾ അന്നും കണ്ടത്. പക്ഷേ ഇത്രത്തോളം മനോഹരമായ അന്ന് എനിക്കത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് എനിക്കൊന്ന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്കത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു റൈൻലാൻഡ് പലാറ്റിനേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ജർമ്മനിയാണ് കേട്ടോ. നമ്മൾ നോർത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റിലെ മിക്ക പട്ടണങ്ങളും നമ്മളിപ്പോൾ കണ്ട ഈ ഒരു റൈൻ നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം റൈൻ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജർമ്മനിയിൽ വെള്ളപ്പൊക്ക ഭീഷണികളൊക്കെ നേരിടുന്ന സ്ഥലങ്ങളുടെ ആ ഒരു പട്ടികയിൽ ഈ ഒരു സ്ഥലങ്ങളും ഉൾപ്പെടുന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് വ്യൂ ആണ്. നമ്മുടെ നേച്ചറിൻ്റെ ആ ഒരു ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വീഡിയോയിൽ എത്രത്തോളം എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പച്ചപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ ആണ്. അപ്പം ഏകദേശം നമുക്ക് എന്താ പറയുന്നത്, ഈ ഒരു കോബലൻസിലേക്ക്, ഡൂയിസ്ബർഗിൽ നിന്നും കോബലൻസിലേക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോബലൻസിൽ നിന്നും പിന്നെ നമുക്ക് ലക്സംബർഗിലേക്ക്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുത്തു കേട്ടോ നമ്മുടെ യാത്ര കോബലൻസിൽ നിന്ന് ലക്സംബർഗിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ലക്സംബർഗിൽ എത്തിയിരിക്കുകയാണ്. മൊത്തം നമ്മുടെ യാത്ര ഏകദേശം ഒരു 5 മണിക്കൂർ കേട്ടോ.
അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9:30 ആയപ്പോൾ തിരിച്ച് നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഇങ്ങനെ എത്തി കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ രാവിലെ എത്തേണ്ടതാണ്, എന്നാലും നമുക്ക് ഒരു ദിവസം ഫുള്ള് വെളുപ്പിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് രാവിലെ തന്നെ ഇങ്ങനെ എത്തും. അപ്പോൾ ഒരു ദിവസം ഫുള്ള് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങളങ്ങനെ ലക്സംബർഗിൽ വന്നിറങ്ങി കേട്ടോ. ഭയങ്കര സന്തോഷം. അപ്പോൾ അതേണ്ട വന്നിറങ്ങിയത് നമ്മുടെ ലക്സംബർഗിൻ്റെ ഫ്ലാഗൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ലക്സംബർഗിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഈ സ്ട്രാസൻബാൻ നമുക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നിടത്ത് തന്നെ നമുക്ക് സ്ട്രാസൻബാൻ കയറാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെയാണ് ഇതിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എനിക്കറിയില്ല വേറെ എന്തെങ്കിലും ഒക്കെ യൂറോപ്യൻ കൺട്രികളിൽ ഇതുപോലെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ജർമ്മനിയിലാണെങ്കിൽ 49 യൂറോ ടിക്കറ്റ് നമ്മൾ മാസം മാസം പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ലക്സംബർഗ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങളങ്ങനെ കൃത്യമായൊരു ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെയൊന്നും കണ്ടുവച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ യാത്ര ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് ഒരു ബോക് കെസ്മെറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് കണ്ടു. അപ്പോൾ അതെന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്ലേസ് ആണ്, അറിയാമല്ലോ. അപ്പം ഹെറിറ്റേജ് സൈറ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാണാനൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ പോകുന്ന വഴിയിൽ എന്താ പറയുന്ന കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടു പോകാമല്ലോ. അപ്പം നമ്മളിപ്പം പോകുന്നിടത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം എന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അതെന്ന് പറയുന്നത് വളരെ കിലോമീറ്ററുകളൊക്കെ നീണ്ടു കിടക്കുന്ന ഒരു ടണലാണ് കേട്ടോ. അത് ഒരു 17th സെഞ്ച്വറിയിലൊക്കെ പണി കഴിപ്പിച്ചതായിട്ടാണ് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. ഏകദേശം ഒരു 23 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ടണലാണ്. അപ്പം എന്തൊക്കെയാണ് അതിലെ കാഴ്ചകളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ വഴിയെ ചെന്നിട്ട് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ പോകുന്ന വഴിയിലെ ലക്സംബർഗിലെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരൂ കേട്ടോ.
നമ്മൾ ഏകദേശം ഒരു 2:45 ആയപ്പോഴത്തേക്കിനും ഈ ഒരു ബോക്ക് കേസ്മേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിറങ്ങി. അപ്പോൾ അവിടെ വന്നിറങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെ ആ ഒരു കോട്ടയ്ക്കകത്തേക്ക് നമുക്കൊരു 9 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറുന്നതിന് ഒരാൾക്ക് 8 യൂറോ വെച്ചിട്ടാണ് ടിക്കറ്റ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എൻട്രൻസിൻ്റെ അവിടെയായിട്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ അടങ്ങുന്ന ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ അകത്ത് സ്ക്രീനിൽ നമ്മൾ എന്തൊക്കെയാണ് അകത്ത് കാണുന്നതെന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ ഒക്കെ നമുക്ക് അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഈ സിറ്റിയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് സ്ട്രാസൻബാനിൽ വന്ന സമയത്ത് നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ എന്നാലും അങ്ങനെയല്ലല്ലോ, നമ്മൾ ആ ഒരു ട്രെയിനിലിരുന്ന് കാഴ്ചകൾ കാണുന്നതിനെക്കാട്ടി നമ്മൾ ഇറങ്ങി നടന്ന് കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്കിനും അതൊരു വേറൊരു വൈബല്ലേ. പിന്നെ നമുക്കാകെ കുറച്ച് ടൈമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. കാരണം അവിടെ ഒരുപാടൊന്നും കാണാനില്ല, അത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട്. പിന്നെ അവിടെ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ എന്താ പറയുന്നത് സിറ്റി ടൂർ നടത്താനുള്ള ട്രെയിനൊക്കെ ഉണ്ട്. പക്ഷേ അത് ഓൾഡ് സിറ്റിയാണ്, ലക്സംബർഗിൻ്റെ ഓൾഡ് സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കാഴ്ചകൾ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളാണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് വൈകിട്ടൊരു 7 മണി ആകുമ്പോഴേക്കും നമുക്ക് തിരിക്കണം, എന്നാലേ നമുക്കൊരു 10-12 മണി ആകുമ്പോൾ വീട്ടിലെത്തത്തുള്ളൂ കേട്ടോ. ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല.
അപ്പം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞില്ല, നമുക്ക് ഒരുപാട് ടൈമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ ഇറങ്ങണം. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെളുപ്പിനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇനി എത്താം. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് നമുക്കിവിടെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം ഇറങ്ങാം. അങ്ങനെ നമ്മുടെ ചുറ്റിക്കറക്കമൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലക്സംബർഗിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.